നാളെ മുതൽ എന്താ ഷഅബാനിൻ്റെ മർമ്മപ്രധാനമായ രാവുകളാണ് നാളെ മുതൽ. അപ്പോൾ അതുകൊണ്ട് ആ നിസ്ഫു ഷഅബാൻ എത്തുമ്പോൾ അള്ളാഹു നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരുമാറാകട്ടെ. പടച്ചവനെ ഈ പാതിരാ സമയത്ത് ഈ വാള് കേൾക്കാൻ ഈ മജ്ലിസിലിരിക്കുന്നതിൻ്റെ പേരിൽ നീ ഞങ്ങളുടെ ആയുസ് ദൈർഘ്യം നൽകണേ അള്ളാഹുവേ. അത്രയും ആയുസ്സുകൾ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് നിൻ്റെ പൊരുത്തം വാങ്ങാനുള്ള ഭാഗ്യവും നീ നൽകണേ പടച്ചവൻ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളും എല്ലാം നീ പൊരുത്തപ്പെട്ട് ഞങ്ങളെ നീ ഇഷ്ടപ്പെടണേ പടച്ചവനെ. ഞങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുന്നു അല്ലാ, നിൻ്റെ ദീനിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു അല്ലാ. അതുകൊണ്ട് ഞങ്ങളുടെ ഹിസാബ് എളുപ്പമാക്കി ഞങ്ങളെ നീ സ്വർഗത്തിൽ എത്തിക്കണേ പടച്ചവനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ സലാം ചൊല്ലണം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. അപ്പോൾ ശൈത്താൻ പറയും, ഡേയ് ഇങ്ങോട്ടൊന്ന് വരണ്ട കേട്ടോ, ഇവിടെ കിടക്കാനൊന്നും സൗകര്യമൊന്നുമില്ല, ഇവിടെ കാരണം ഇവർ ബിസ്മിയും ചൊല്ലിയിട്ടുണ്ട്, ഇന്ന് ഇവർ സലാം പറഞ്ഞ വീട്ടിൽ കയറിയിട്ടുള്ളത്. രണ്ടാമത് ആരെങ്കിലും സലാം ചൊല്ലാതെ വീട്ടിലേക്ക് കയറുകയും വലം യദ്കുറുസ്മല്ലാഹി അലാ ത്വാമിഹി, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മേൽ ബിസ്മി ചൊല്ലാതെയും ഇരുന്നാൽ ഖാല ശൈത്വാനു ലിഅവാനി, പിശാച് തൻ്റെ അനുയായികളോട് പറയും അദ്റക്തുമുൽ മബീത വൽ അശാ, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോരെ, നിങ്ങൾക്കിവിടെ ഭക്ഷണമുണ്ട്, കിടക്കാൻ സൗകര്യമുണ്ട്. അങ്ങനെയാണ് നമ്മൾ സുബഹിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത്, അങ്ങനെയാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നത്, അങ്ങനെയാണ് നമ്മുടെ മക്കൾ അനുസരണയില്ലാത്തവരായി മാറുന്നത്. കാരണം എന്താ? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി കഴിക്കൂല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലി വേണം ഭക്ഷണം കഴിക്കാൻ. എപ്പോഴായാലും നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മ 3 കാര്യം ശ്രദ്ധിക്കണം. 1, സമ്മില്ല, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കണേ. 2, കുൽ ബി യമീനിക, വലത് കൈ കൊണ്ട് കഴിക്കാൻ പറയണം, വലത് കൈ കൊണ്ട് കുടിക്കാൻ പറയണം. 3, വക്കുൽ മിമ്മാ യലീക, ഭക്ഷണ പാത്രത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് കഴിക്കാൻ പറയണം. 1 ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലണം, 2 വലത് കൈ കൊണ്ട് കഴിക്കണം, 3 പാത്രത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് കഴിക്കണം. ഈ 3 കാര്യം മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കരുത്, കുടിക്കരുത്. ഇന്ന ശൈത്താന യശ്റബു ബിശിമാലിഹി വയഅകുലു ബിശിമാലിഹി, ഇടത് കൈ കൊണ്ട് പിശാചാണ് കഴിക്കുന്നത്, കുടിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ കാരണം സലാം പറയണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അൽഹംദുലില്ലാ, ആ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും, ബർക്കത്തിറക്കും. വീട്ടിൽ പിശാചിൻ്റെ ഷർറുകൾ വല്ലതുമുണ്ടോ, ശൈത്താൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ടെൻഷനോ ബോധമോ ഉണ്ടോ എങ്കിൽ സൂറത്തുൽ ബഖറ ഒരു വലിയ പാത്രം വെള്ളത്തിൽ നിങ്ങൾ ഓതണം കേട്ടോ. സൂറത്തുൽ ബഖറ ഒരു വലിയ പാത്രത്തിൽ, ചരുവത്തിൽ അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് സൂറത്തുൽ ബഖറ 2.5 ജുസ് അതിലേക്ക് ഓതണം. എല്ലാ വീടിൻ്റെ ഭാഗത്തും നിങ്ങൾ തളിക്കണം കേട്ടോ. 11 ദിവസം കുറഞ്ഞത് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. പിശാച് ആ വീട്ടിൽ നിന്ന് പമ്പ കടക്കും, ഓടും, ശൈത്താൻ ഓടും. സൂറത്തുൽ ബഖറ എല്ലാ ദിവസവും ഉറക്കം ഓതണം. വീട്ടിൽ അങ്ങനെ ഒരു ഷർറെന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടോ? ചെയ്തു നോക്കുന്ന ആളെ പോലെ ഉറക്ക ഓത്. 3 മക്കളുണ്ടെങ്കിൽ 3 മക്കളോടും പറ, എല്ലാ മക്കളും അവിടെ ഇരുന്ന് ഓതട്ടെ. ഓരോ ജുസും ഓരോരുത്തരും ഏറ്റെടുത്ത് 2.5 ജുസ് മാത്രമേ ഉള്ളൂ. അത് ഉറക്ക ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് നിങ്ങൾ എല്ലാവരും കുടിക്കിൻ. പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഒഴിക്കിൻ. വൃത്തിയുള്ള സ്ഥലത്ത് ഒഴിക്കണം. ശൈത്താൻ ഓടിക്കിട്ടും, പിശാച് അവിടെ നിന്ന് പമ്പ കടക്കും. ഓതിക്കൊള്ളി, ഓതി നോക്ക്. ഖുർആനല്ല ഈ പറയുന്നത്, ഖുർആൻ ഏറ്റവും വലിയ ചികിത്സയാണ്. ഖുർആൻ്റെ ഏറ്റവും വലിയ ചികിത്സയാണ്. وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا. അള്ളാഹുവിൻ്റെ റസൂല് പരാതി പറയുകയാണ് അള്ളാഹുവിനോട്, പടച്ച റബ്ബേ, ഈ സമുദായം ഈ ഖുർആനിനെ അവഗണിക്കുകയാണല്ലോ അല്ലാഹ്, ഈ സമുദായം ഈ ഖുർആനിനെ അവഗണിക്കുകയാണല്ലോ അല്ലാ. എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിനെ ഓതാനോ മനസ്സിലാക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ ഈ സമുദായം തയ്യാറാകുന്നില്ലല്ലോ അല്ലാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിനോട് പരാതി പറയുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അതുകൊണ്ട് പറയുക, അൽ ഖുർആൻ ഷാഫിഉൻ മുശഫഉൻ മാഹിലും മുസദ്ദഖുൻ ഫമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന ഫമൻ ജഅലഹു വറാഹു സാഖഹു ഇലൻ നാർ. പരിശുദ്ധമായ ഖുർആൻ ഒന്നുകിൽ നമുക്ക് അനുകൂലമാകും കേട്ടോ, ഇല്ലെങ്കിൽ നാളെ നമുക്ക് പ്രതികൂലമാകും. പഠിച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രതികൂലമാകുന്നതിൽ നിന്ന് അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹ് നീ കാത്തുരക്ഷിക്കണേ പഠിച്ചവനെ.
ഖുർആൻ ഞങ്ങൾക്ക് നാളെ എതിരാവല്ലേ അല്ലാഹ്, എതിരാവല്ലേ അല്ലാഹ്, എതിരാവല്ലേ അല്ലാഹ്. ഒന്നുകിൽ ഖുർആൻ നമുക്ക് അനുകൂലമാകും, അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് എതിരാവും. നബി തങ്ങൾ പറഞ്ഞാണ്. അതുകൊണ്ട് എന്ത് വേണം? ഫമൻ ജഅലഹു അമാമഹു, ഖുർആനിനെ നമ്മൾ ഇമാമായി മുന്നിൽ നിർത്തിയാൽ ഖാദഹു ഇലൽ ജന്ന, ഖുർആൻ നമ്മളെ വലിച്ചു സ്വർഗ്ഗത്തിൽ കൊണ്ടെത്തിക്കും. ഫമൻ ജഅലഹു വറാഅഹു, ഖുർആനിനെ പുറന്തള്ളിയിട്ട് നമ്മൾ പോയി മുന്നിൽ നിന്നാൽ സാഖഹു ഇലന്നാർ, ഈ ഖുർആൻ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ. പടച്ചോൻ കാക്കട്ടെ. ഖുർആനെ മുന്നിൽ നിർത്തിയിട്ട് ഇമാം ഖുർആൻ, നമ്മൾ മഅമൂമ്. മറിച്ച് നമ്മൾ ഇമാമ്, ഖുർആൻ മഅമൂമായ പോയി. ഖുർആൻ തള്ളി 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 നരകത്തിൽ കൊണ്ടിടും. ഖുർആൻ തള്ളി നരകത്തിയിടും. അതുകൊണ്ട് എപ്പോഴും ഖുർആനെ മുന്നിൽ നിർത്തണം. അടുത്ത പേപ്പർ വന്ന് സമയമായോ? നിങ്ങൾക്ക് സമയമില്ലായിരിക്കും. ഇല്ല, പേപ്പർ കാണുമ്പോൾ എനിക്കൊരു അലർജിയാണ്. സമയമായെങ്കിൽ ഞാൻ നിർത്താം കേട്ടോ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ. ഇല്ല, ഇല്ലയോ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ചില നല്ല മനുഷ്യന്മാർ. നിങ്ങളെയൊക്കെ ഒന്ന് ബയ്യത്തേണ്ടതായിരുന്നു. ദായി ഉസ്താദിൻ്റെ ആൾക്കാരെല്ലാവരും നിങ്ങൾ വാത് പറഞ്ഞ് ഇവരെയൊക്കെ രസിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇല്ലേ? ഞാൻ ഇങ്ങനെ ഒരു ഉണങ്ങിയ മട്ടി വാത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നെങ്കിലും കരുതി, എന്നിട്ടും പോകുന്നില്ല. കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. അപ്പം കുറച്ചുകൂടെ പറയാം അല്ലേ സാർ? പോട്ടെ, വണ്ടി പോട്ടെ. അത് വണ്ടി പോട്ടെന്ന് നമുക്ക് പ്രശ്നമില്ലല്ലോ. അൽഹംദുലില്ലാഹ്. വന്ദേ ഭാരത ഇവിടെ വിട്ട് അവിടെ നിർത്തുള്ളൂ. അപ്പം ഖുർആനിനെ മുന്നിൽ നിർത്തണം. നമ്മൾ പറയും നിൽക്കണം. നമ്മൾ ഖുർആൻ നമ്മുടെ ഇമാം, നമ്മൾ മഅ്മൂം. പക്ഷേ ഖുർആനിന് നമ്മൾ ഇമാമ് നിൽക്കാൻ പോയാൽ നമ്മളെ നേരെ ആ ഖുർആൻ കൊണ്ട് നരകത്തിലേക്ക് തള്ളും. നേരെ കൊണ്ട് അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ നമ്മളെ തള്ളിപ്പോരുത്. ഖുർആൻ നമ്മളെ കൊണ്ട് സ്വർഗത്തിലെത്തണം. അതാണ് നമുക്ക് വേണ്ടത്. ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഇതേപോലെ സനദിന് വേണ്ടിയിട്ട് ഖുർആൻ പഠിച്ച ഹാഫിളീങ്ങളെ ഒരുമിച്ച് കൂട്ടി. ഏകദേശം 300ഓളം ഹാഫിളീങ്ങളുണ്ടായിരുന്നു. 300ഓളം ഹാഫിളീങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നൽ ഖുർആൻ ഇത്തബിഉ അൽ ഖുർആൻ. സഹോദരങ്ങളെ, ഹാഫിളീങ്ങളെ, ആലിമീങ്ങളെ, സാധാരണക്കാരെ, ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണം കേട്ടോ. ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണം കേട്ടോ. ഫമനിത്തബഅൽ ഖുർആൻ, ഖുർആനിനെ ആരെങ്കിലും പിൻപറ്റിയാൽ ഹുദിയ ബിഹി ഇലാ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ആ ഖുർആൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരും കേട്ടോ. അല്ലാഹു അക്ബർ. അടുത്ത പറഞ്ഞറിയാം, വമനിത്തബഅഹുൽ ഖുർആൻ, ആരെങ്കിലും ഖുർആൻ ആരെയെങ്കിലും പിൻപറ്റിയാൽ, മനസ്സിലാക്കണം. ആദ്യം പറഞ്ഞത് ഖുർആനിനെ നമ്മൾ പിൻപറ്റിയ സ്വർഗത്തിൽ കൊണ്ടേക്കും. മറിച്ച് ഖുർആൻ ആരെയെങ്കിലും പിൻപറ്റിയാൽ, കാരണം ഖുർആനിൻ്റെ ഇമാമ് ഈ വിവരമില്ലാത്തവനായി പോയാൽ സാഖഹു ഖുദിഫ ബിഹി, അവൻ്റെ നെറ്റിത്തടത്തിൽ പിടിച്ചിട്ട്, നെറുകം തലയിൽ പിടിച്ചിട്ട് ഖുദിഫ ബിഹി ഇലന്നാർ ഫസഖ ബിഹി, അവനെ പിടിച്ച് നരകത്തിലേക്ക് തള്ളിയിടുമത്രേ. ഖുർആൻ പിറകിൽ, ഇവ മുന്നിൽ, നേരെ കൊണ്ട് അവനെ നരകത്തിൽ തള്ളും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ ഖുർആന കായിനുൽ ലക്കും അജ്റാ വകായിനുൽ ലക്കും ദുഖറാ വകായിനുൽ ലക്കും വിസ്റാ. ഒന്നുകിൽ ഖുർആൻ നിനക്ക് നാളെ ഒരു നിക്ഷേപ സമ്പത്തായി മാറും കേട്ടോ. ഖുർആൻ നിനക്ക് നാളെ അനുകൂലമാകും കേട്ടോ. അതല്ല എങ്കിൽ കായിനുൽ ലക്കും വിസ്റാ, ഈ ഖുർആൻ നിനക്കൊരു ഭാരമായി വഹിപ്പിക്കപ്പെടും കേട്ടോ. ഒന്നുകിൽ കായിനുൽ ലക്കും അജ്റ, എന്ന കൂലി കിട്ടും. വകായിനുൽ ലക്കും ദുഖറ, നാളെ നിനക്കൊരു നിക്ഷേപ സമ്പത്തായി മാറും. ഇത് രണ്ടുമില്ല എങ്കിൽ വകായിനുൽ ലക്കും വിസ്റാ, നിനക്ക് നാളെ എതിരായി ഈ ഖുർആൻ അള്ളാഹിന്റെ കോടതിയിൽ വരും. പള്ളിയും ഖുർആനും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കെതിരെ സംസാരിക്കുന്നു, വക്കീലായിട്ട് വരും. ഇന്നൽ ഖുർആന വൽ മസ്ജിദ,
പരിശുദ്ധമായ ഖുർആനും മസ്ജിദും യജീഉ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വന്നിട്ട് ഫഖാല യാ റബ്ബി, പടച്ചവനേ, അത്തലൂനി വഖറബൂനി, മസ്ജിദുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ വന്നിട്ട് വിളിച്ചു പറയും, യാ റബ്ബി, പടച്ചവനെ, അത്തലൂനി വഖറബൂനി, എന്നെ പാഴാക്കിയവരും നശിപ്പിച്ചവരും ഇവരാണ് അല്ലാഹ്. ബിജെപിക്കാരോ സംഘപരിവാറോ അല്ല. പള്ളി ഉണ്ടായിട്ട് നമസ്കരിക്കാത്തതിൻ്റെ പേരിലല്ലേ അവരവിടെ പ്രതിഷ്ഠ അർപ്പിച്ചത്. പള്ളി ഉണ്ടാണെങ്കിൽ ആ മുസ്ലിം സഹോദരങ്ങൾ ആ പള്ളി നിറഞ്ഞ് നമസ്കരിക്കണ്ടേ? ആ പള്ളി നിങ്ങൾക്ക് അധികാരത്തിൻ്റെ സോപാനമാക്കി പാർട്ടി ഓഫീസാക്കി മാറ്റിയിട്ട് ഫിത്ന ഫസാദുകൾ പറയാൻ വേണ്ടി പള്ളിയുടെ തിരുമുറ്റം നിങ്ങൾ മാറ്റിമറിച്ചപ്പോൾ ആ പള്ളി നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ വന്ന് നിങ്ങൾക്കെതിരെ അള്ളാഹിൻ്റെ കോടതിയിൽ പരാതി പറയുമത്രേ. യാ റബ്ബി, പടച്ചവനെ, അത്തലൂനി വഖറബൂനി, ഈ മസ്ജിദുകളെ നശിപ്പിച്ചവർ ഈ സമുദായമാണ് അല്ലാഹ്. അതുകൊണ്ട് പള്ളിയിൽ പോയിരുന്ന് വെറുതെ പനായും ബിത്നായും എണ്ണാ നിൽക്കണ്ട. പള്ളിയുടെ തൂണുകൾ, ഹൗലുകൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾക്കെതിരെ നാളെ സംസാരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളിയിൽ പണിയെടുക്കാൻ സൂക്ഷിച്ചോ. അവിടെ പോയിരുന്ന് വെറുതെ ഫിത്ന മജ്ലിസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് പള്ളി ഒന്നിരുന്ന് ഖുർആൻ ഓതിക്കോ, ഇല്ലെങ്കിൽ വീട്ടിൽ പോയിക്കോ. അവിടെ ഇരുന്നിട്ട് വനായും ഫിത്ന എണ്ണിയ പള്ളി കുറ്റം പറയാം അല്ലാണ്ടൊക്കെ. ഖിയാമത്ത് നാളിൻ്റെ അവസാന കാലഘട്ടത്തിൽ കുറേ ആളുകൾ പള്ളിയിലേക്ക് വരുമത്രേ. അവർ നമസ്കാരം കഴിഞ്ഞിട്ട് ഹൽക്കയായിട്ട് പള്ളിയുടെ സൈഡിൽ പോയിരിക്കും. അവരുടെ ചർച്ച ദുനിയാവാണ്, അവരുടെ ചർച്ച അധികാരമോഹമാണ്. ഫലാ തുജാലിസൂഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുത്. ഫലൈസ ലില്ലാഹി ബിഹിം ഹാജ, അവർ വരുന്നത് കൊണ്ടോ പള്ളിയിൽ ഇരിക്കുന്നത് കൊണ്ടോ നമസ്കരിക്കുന്നത് കൊണ്ടോ അള്ളാഹ്ക്ക് യാതൊരു പുണ്യവുമില്ല. അതുകൊണ്ട് പള്ളിയിൽ വന്ന് വെറുതെ ഇരുന്ന് കുത്തിയിരുന്ന് പനായും പിത്തിന എണ്ണാൻ നിൽക്കണ്ട. നിസ്കരിക്കുക, പാറ്റ വീട്ടിൽ പോയി, ഇല്ലെങ്കിൽ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ ഓതിക്കോ. പള്ളി കുറ്റം പറയും, ഉസ്താദന്മാരല്ല കുറ്റം പറയാം, പള്ളി കുറ്റം പറയും അള്ളാന്റെ അടുക്കൽ. രണ്ടാമത് ഖുർആൻ അള്ളാന്റെ അടുക്കലേക്ക് കടന്നു വരും. യജീഉൽ ഖുർആൻ, ഖുർആൻ വന്നിട്ട് പറയും, യാ റബ്ബി, പടച്ചവനേ, മസ്സഖൂനി വഹറഖൂനി. ഖുർആൻ കത്തിച്ചത് യൂറോപ്യൻകാരല്ല, യൂറോപ്യൻകാരോ പാശ്ചാത്യന്മാരോ നസ്രാണികളോ അല്ല. അല്ലാഹ്, എൻ്റെ ഖുർആൻ, ഈ പരിശുദ്ധമായ ഖുർആനിനെ കീറിക്കളഞ്ഞ് കത്തിച്ചത് എൻ്റെ സമുദായമാണ്, അവരാണ് ഈ നിൽക്കുന്നത്. പടച്ചവനെ, ഖുർആൻ ഓതാത്തവര്, ഖുർആനിനെ ബഹുമാനിക്കാത്തവര്, ഖുർആനിനെ ആദരിക്കാത്തവര്, ഖുർആൻ മനഃപ്പാഠമാക്കാത്തവര്, ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവര്, ഖുർആനിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാതെ ഖുർആനിനെ അവഗണിച്ച സമുദായത്തിനെതിരെ ഈ ഖുർആൻ അല്ലാഹുവിന്റെ കോടതിയിൽ പരാതി പറയുമത്രേ. യാ റബ്ബി, പടച്ചവനെ, ഹറഖൂനി വമസ്സഖൂനി, എന്നെ കീറിക്കളഞ്ഞ് കത്തിച്ച് കളഞ്ഞവരാണ് അല്ലാഹ്. പിടിക്കും അല്ലാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പടച്ചവനെ, നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്, അല്ലാഹ് നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഖുർആൻ ഓദിക്കും. ഖുർആൻ നമുക്കെതിരെ നിന്നാ പോയില്ല അബീവേ, ഖുർആൻ നമുക്കെതിരെ നിന്നാ പോയില്ലോ, ഇല്ലേ? ദഖല റജുലുൻ അൽ ജന്നത ബിശഫാഅതി സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുമത്രേ. ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തതിൻ്റെ പേരിലാണെന്ന് ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ. സൂറത്തുൽ മുൽക്ക് നമുക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യും. സൂറത്തുൽ മുൽക്ക് ഖുർആൻ സ്ഥിരമായി ഓതുന്ന ആളാണോ അവൻ മരിച്ചു പോയാൽ ആ ഖുർആൻ ആ ഖബറിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മരണപ്പെട്ടു പോകുമ്പോൾ അവൻ്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചിട്ട് എല്ലാവരും അവിടെ നിന്നും മടങ്ങിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഒരാൾ സുന്ദരനായ കോലത്തിൽ കടന്നു വരികയാണ്. ഹസനു സിയാബി ഹസനുൽ വജ്ഹി തയ്യിബുർ റീഹി, ശുഭവസ്ത്രധാരിയായി സുസ്മേരവദനായി സുഗന്ധ
സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ട് ഖബറിലേക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ കോലത്തിൽ ഒരാൾ കടന്നു വന്നിട്ട് ആ മയ്യത്തിനെ തട്ടി വിളിച്ചിട്ട് ചോദിക്കുമത്രേ, യാ ഫുലാൻ ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയോ അല്ലാഹുവിന്റെ ദാസനെ? ഉടനെ ഫയഖൂലു ലാ അഅരിഫുക, എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുമ്പോ ഈ ചെറുപ്പക്കാരനായ യുവകോമളൻ ആ ഖബറിൽ വെച്ച് പറയുകയാ, അനൽ ഖുർആൻ അല്ലദീ അസ്ഹറ ലൈലക വഅളമ നഹാറക വഅംനഅ ശഹവതക. ഞാൻ ആ ഖുർആനാണ് കേട്ടോ, പകൽ സമയത്തും പാതിരാ സമയത്തും ഓതിയ ആ പരിശുദ്ധമായ ഖുർആനാണ് ഞാൻ കേട്ടോ. രാത്രി നീ ഉറങ്ങുന്നതിന് മുമ്പ് എന്നെ പാരായണം ചെയ്തവനല്ലേ, പാതിരാ സമയത്ത് ഉറക്കമിളച്ചിരുന്ന് എന്നെ നീ ഓതിയവനല്ലേ, പകലിൻ്റെ സമയത്ത് എൻ്റെ നിയമങ്ങൾ പാലിച്ച് നടന്നവനല്ലേ, ആ ഖുർആനാണ് ഞാൻ. ഫമാ അലൈക ബഅദ മസ്അലതി മുൻകരി വനകീരിൻ മിൻ ഹമ്മിൻ വലാ ഹുസ്നിൻ. മുൻകർ നകീർ വന്ന് നിന്നെ ചോദിച്ചിട്ട് പോകട്ടെ, അവർ ഒരു ചുക്കും നിന്നെ ചെയ്യൂല കേട്ടോ. ഈ ഖുർആൻ ഇവിടെ കാവലാണ്, കാവലാ. അതുകൊണ്ട് മുൻകർ നകീറിന്റെ ബാധ്യതയാണ് നിന്നെ ചോദ്യം ചെയ്യുക എന്നുള്ളത്. അവർ നിന്നെ വേദനിപ്പിക്കാൻ പറ്റൂല, അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് അള്ളാഹു ഒരു ചെറുപ്പക്കാരൻ്റെ കോലത്തിൽ ഈ ഖബറിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ചത് കേട്ടോ. എതുവരെ എന്ന് വെച്ചാൽ ഹത്താ ഉഅറള അനാ വ അൻത, നാളെ ഖിയാമത്ത് നാളിൽ എന്നെയും നിന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ നിനക്കൊരു കൂട്ടുകാരനായി ഈ ഖുർആൻ ഈ ഖബറിൽ കാണുമെന്ന് ആ ചെറുപ്പക്കാരൻ്റെ കോലത്തിൽ ഖബറിലെത്തുന്ന ഖുർആൻ ഓതുന്നവരെ, ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, ഖുർആനിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെ, അവർക്ക് കാവൽക്കാരനായി ഖബറിൽ ഖുർആൻ സഹായിയായി വരുമെന്ന് ഷഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേണമെങ്കിൽ ഓദിക്കോ, ഖുർആൻ ചെറുപ്പക്കാരൻ്റെ കൊലത്തി ഖബറിൽ വരും. ബാക്കി എല്ലാവരും വിട്ടിട്ട് പോകും, എല്ലാവരും അവിടെ നിന്ന് പോകും. ആരുമില്ല സഹായിക്കാൻ, ഖുർആൻ മാത്രം അവിടെ ഉണ്ടാവും. അത് ഖുർആൻ ഓതണം.